ജല്ലിക്കെട്ട് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈവൻ തമിഴ്നാട്ടിലും ഭയങ്കര ഫേമസ് ആണ് ജല്ലിക്കെട്ട്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ വടവഞ്ചി വരട്ട്. ഈ വടവഞ്ചി വരട്ടിൽ വടം വെച്ചിട്ട് ഈ കാളേനെ ഗ്രൗണ്ടിൻ്റെ നടുക്ക് കെട്ടും. എന്നിട്ട് ഒരു മേ ബി 5 or 10 പീപ്പിൾ ഇത് ആൾക്കാർ അത് പോയി പിടിക്കാൻ നോക്കും. അതിനെ അതാണ് ശരിക്കും. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ കാള തോറ്റു എന്നുള്ളതാണ്. പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കാള ജയിച്ചു. അപ്പോൾ അവിടെ അതൊരു വലിയ മത്സരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. அவர் கதை எழுதும்போது ஒரு ஆர்டிஸ்ட் கிட்ட சொல்லும் போதோ அதுக்கு எல்லாமே பண்ணி வருவாங்க. ஸோ அவங்கள ஒரு விஷயம் கான்ஃபிடண்ட்டாக இருக்கும்போது அந்த கான்ஃபிடன்ட் பிரேக் பண்ணுறோம். സോ വിച്ച് ഈസ് വെരി ചാലഞ്ചിങ്. എനിക്ക് കൂടുതലുണ്ടായിരുന്നത് നട്ടി സാറിൻ്റെ കൂടെയും സനസ്കയുടെ കൂടെയും പിന്നെ ഈ പറയുന്ന പോലെ സിനിയുടെ കൂടെയും ഒക്കെ ആയിരുന്നു. അപ്പം നട്ടി സാറിൻ്റെ കൂടെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ ഓൾറെഡി സിനിമാറ്റോഗ്രഫി അതേപോലെ തന്നെ ആക്ടിങ് വൈസ് ആണെങ്കിലും പുള്ളിക്കാരൻ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. ബാലസരവണൻ്റെ പെയറായിട്ട്. സോ അതിൽ ഗോത്രൂ ഞാൻ ഉണ്ടാകും. സോ ഒരു മധുരൈ സ്ലാങ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ ഞാനത് സംസാരിച്ചില്ല, അതെല്ലാം ഡബിങ് ആണ്. രക്ഷപ്പെട്ട് ആ ഒരു വില്ലേജ് ക്യാരക്ടറാണ്. വടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. പിന്നെ ഇത് കിന്തിരൻ സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. രാജശേഖരൻ സാറ്, പിന്നെ അതുപോലെ വെങ്കട്ട് സാറ്, പ്രഭു സാറ്, നമ്മളുടെ ജോൺ ആൻഡ് വിക്ടർ, ഇവരെല്ലാവരും ഇതിലെ പ്രൊഡ്യൂസേഴ്സാണ്. ഹായ്, ഹലോ, നമസ്കാരം. വടം എന്ന പുതിയ തമിഴ് ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറും താരങ്ങളുമാണ്. 3 പേരും നല്ല സുന്ദരികളായിട്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു കളർ, ഇവിടുന്ന് ഒരു ബ്ലൂ, അല്ലെങ്കിൽ അങ്ങനെ രസത്തിലിരിക്കുന്നുണ്ട് എല്ലാവരും. എന്തായാലും മുൻസില കിസ്കോത്ത് അല്ലേ? മുൻസില കിസ്കോത്ത്. ഓ, വെറൈറ്റി നെയിം ആണല്ലോ. അപ്പൊ അതിന്റെ മീനിങ് ഒക്കെ എന്തായിരുന്നു? വെറൈറ്റി നെയിം ആയതുകൊണ്ടല്ലോ ഇപ്പൊ ചോദിച്ചത്. വടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്. പിന്നെ ഇത് കിന്തിരൻ സാറാണ് ഇത് ഡയറക്റ്റ് ചെയ്തത്. രാജശേഖരൻ സാറ്, പിന്നെ അതുപോലെ വെങ്കട്ട് സാറ്, പ്രഭു സാറ്, നമ്മളുടെ ജോൺ ആൻഡ് വിക്ടർ, ഇവരെല്ലാവരും ഇതിലെ പ്രൊഡ്യൂസേഴ്സാണ്. സോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു നല്ല മസാനി പിക്ചേഴ്സ് എന്ന് പറയുന്ന നല്ലൊരു ടീമിൻ്റെ കൂടെ ഒരു തുടക്കം കിട്ടിയതിൽ. അതുപോലെ തന്നെ ഒരു കരിയർ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ ഒരു മോഡലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതായത് അറബിക് TV-യിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമ മേഖലയിലോട്ട് വരുന്നത്? ഇതിന് മുൻപ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഞാൻ മലയാളത്തിൽ രേഖാചിത്രമായിരുന്നു, അതും ഇതേ പറഞ്ഞ പോലെ ഒരു തുടക്കമായിരുന്നു. അറബിയിൽ ഞാൻ MBC ചാനലിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, ഒരു സീരീസ് ആയിരുന്നു അത്. പിന്നെ ദുബായ് സമ TV, അത് രണ്ടും അറബിയിൽ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇറാനിയൻ സീരീസ് ചെയ്തു. 5 ഡിഫറെൻറ്റ് നാഷണാലിറ്റി ആയിരുന്നു. അതിൽ ഇന്ത്യ ഞാനാണ് ചെയ്തത്. 5 പേരും ലീഡായിരുന്നു. പിന്നെ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ ഭാഗമാകാൻ പറ്റി, ക്യാരക്ടർ റോളാണ് ചെയ്തത്. പിന്നെ നമ്മൾ എന്താ പറയാ, സൗത്തിലേക്ക് ഇപ്പോഴാണ് വരുന്നത്. അതെ, അതായത് മലയാളി കൂടിയാണ്, പക്ഷേ പക്ക മലയാളിയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ സിനിമയുടെ എഡിറ്റർ ജോയിൻ ചെയ്യുന്നുണ്ട്, വിജയ് സാബു സാർ. சார் ஃபர்ஸ்ட்லி வெல்கம் டு கேரளா. தேங்க்யூ. எப்படி இருக்குது சார் அந்த கேரளாவில் வரும்போது அந்த ஒரு பாசம் அல்லது அந்த லவ் எப்படி இருக்குது அந்த கேரளா மக்களோட? ஆக்சுவலி என்னோட ஃபேமிலி கேரளா, அம்மா அப்பா எல்லாமே கேரளா தான். பட் எனக்கு மட்டும் தான் மலையாளம் வராது. ஸோ ஐ எம் வெரி எக்ஸ்ட்ரீம்லி சாரி ஃபார் தோஸ் தட். ஆக்சுவலி நான் நிறைய தடவை வந்திருக்கேன், கேரளா நிறைய தடவை வந்திருக்கு. ஸோ என்னோடய ஃபேமிலி பேசிக் எல்லாமே ஆலப்புழா. ஸோ அதனால் நிறைய தடவை வந்திருக்கு. என்னோட ரிலேட்டிவ்ஸ் எல்லாம் இன்னும் கேரளாவில் தான் இருக்குது. ஸோ அதனால் எனக்கு மலையாளம் கேரளா ஒன்றும் புதுசு இல்லை. ஸோ ஐ எம் ரியலி ஹாப்பி. அது இந்த மாதிரி மீடியாவை மீட் பண்ணது இட்ஸ் குவைட் ஃபஸ்ட் டைம் இது. ஸோ எனக்கு ரொம்ப ரொம்ப ஹாப்பி. மை ஃபாதர் வில் பி வெரி மச் ப்ரௌட் அபவுட் மீ நவ். சேம் அந்த மாதிரியே தான் நாமும் அந்த தமிழ் மக்கள் எல்லாமே லவ்வாக இருக்குது எப்போவுமே. தமிழ் மூவிஸ் எப்போவுமே பார்க்கும், அதான் தெரியும். அந்த அப்போ இந்த வடம் மூவியில் இதுன்னு முன்னாடி நேஷனல் அவார்டு வின்னராக இருந்துச்சு அந்த காஷ்மீர ஃபிலிமில். அதனால ஒரு நாள் நேஷனல் அவார்டு வள்ளினம் படத்துக்கு, வள்ளினம் படத்துலல. ஓகே, ஆனால் நேஷனல் அவார்டு வின்னர் தான். அதுக்கப்புறம் நிறைய நல்ல மூவிஸ் இருக்குது, அந்த ஒரு நாள் குத்து, காஷ்மீர் எல்லாமே. அப்போ இந்த தமிழ் மூவியில் எந்த ஸ்பெஷல் தான் அவங்க எடுத்து வச்சிருக்கு? ஓகே, ஆக்சுவலி வடம் பொறுத்தவரை பயங்கரமான கமர்ஷியல் ஃபிலிம். சரி, நீங்கள் வள்ளினம் மாதிரி படம் ஸ்போர்ட்ஸ் பேஸ் ஃபிலிம். வடமும் ஆல்மோஸ்ட் ஈக்குவல் டு ஸ்போர்ட்ஸ் பேஸ் ஃபிலிம் தான். இது தமிழ் கல்ச்சர் அது ஒரு பேஸ் பண்ணி இருக்க படம் தான் அது. ஸோ இந்த படமும் நமக்கு எப்படி இருக்குன்னா, எல்லாமே கமர்ஷியல் ஃபிலிம்ஸ் ரொம்ப எடிட் பண்ணுறது எப்படி இருக்குன்னா, எல்லாமே இருக்கும். ட்ராமா இருக்கும், ரொமான்ஸ் இருக்கும், ஃபைட் இருக்கும், இந்த மாதிரி ஒரு ஸ்போர்ட்ஸும் இருக்குது அதில். ஸோ எல்லா எலிமெண்ட்ஸும் சேர்ந்து இருக்கும். ஸோ இப்போ நீங்கள் காஷ்மீராக பார்த்தீங்கன்னா ஒரு பீரியாடிக் ஃபிலிம், ஒரு சின்ன சேஞ்ச் ஓவர்ஸ் இருக்கும். ஆமாம், டிஃப்ரெண்ட் ஜேர்னல்ஸ் பண்ணியிருக்கேன். பட் ஃபுல் டைம் கமர்ஷியல் மூவி நிறைய ரொம்ப கம்மி தான் கேரியரில் பண்ணியிருக்கேன்.
பட் வடம் வந்து ஒன் ஆஃப் த பெஸ்ட் கமர்ஷியல் ஃபிலிம்ஸ் ஐ டன் ஸோ ஃபார். ஏன்னா இதில் வந்து ஃபர்ஸ்ட் டைம் விமலை வந்து விமல் சார் நம்ம இந்த மாதிரி ஒரு ஆக்ஷன் ஹீரோவை நம்ம ரொம்ப பார்த்துருக்க மாட்டோம். அது இல்லாமல் அந்த மஞ்சு விரட்டு அந்த ஜேர்னர் வந்து இதோ தமிழ் ஜேர்னல் யாருமே பார்த்துருக்க மாட்டாங்க. ஸோ இது குவைட் எக்ஸ்பீரியன்ஸ் ஃபிலிம். நம்ம எக்ஸ்பெரிமெண்ட் பண்ணுறதுக்கும் எனக்கும் நிறைய சேலஞ்சஸ் இருந்தது. படமும் நிறைய அந்த சாங் இருக்கும், காமெடிக்கான ட்ராக்கு அதுக்கு ஒன்று ஸ்பேஸ் இருக்கும். ஏன்னா காமெடி ட்ராக்ஸ் எப்பவுமே இந்த மாதிரி கமர்ஷியல் ஃபிலிம்ஸ்க்கு வந்து கொஞ்சம் ஓவர்டூ ஆயிடுச்சுனாலே போர் அடிக்கும். அதுமாதிரி சாங்ஸ் பார்த்தீங்கன்னா கொஞ்சம் ஒரு கமர்ஷியல் சாங்ஸ் வரும், அதுக்கப்புறம் ஒரு எலிமெண்ட் ஒரு சோகமான சீன்ஸ் வந்தால் திருப்பி படம் ட்ராப் ஆகும். ஸோ இந்த மாதிரி எலிமெண்ட்ஸ் எப்பவுமே கமர்ஷியல் ஃபிலிம்ஸ் ரொம்ப சேலஞ்சிங்காக இருக்கும். ஸோ இட்ஸ் குவைட் சேலஞ்சிங் ஃபிலிம். ஒரு கமர்ஷியல் படம் பண்ணுறது பயங்கர சேலஞ்சு தான். இப்போ மூவி பார்க்குற மாதிரி அந்த எடிட்டிங் ஃபீல்டு இல்லைங்களா, அந்த டெக்னிக்கல் ஃபீல்டு எல்லாமே இப்போ இந்த வியூவர்ஸ் பார்க்கும். அப்போ அது ரொம்ப சேலஞ்சாக இருக்குல்ல? ஆமாம், இன்னைக்கு அதுவும் இப்போ இருக்க பீரியட் ஃப்ரேமில் வந்து ரொம்ப கொஞ்சம் போர் அடிச்சா கூட எல்லாம் மொபைல் எடுத்து பார்க்க ஆரம்பிச்சோம் தேட்டரில். அதுவும் ஃபேமிலியோடு வரும்போது நம்ம வந்து ரொம்ப ஃபுல் டைம் என்டர்டெயின்மெண்ட் வைக்கிறது நமக்கு சேலஞ்சான விஷயம். அதே டைமில் நம்ம கதை சொல்லி ஆனோம், அதில் எமோஷன் சொல்லி ஆனோம், அதில் பேக்ட்ராப் சொல்லணும், ஸ்டேஜிங் வேணும் ஃபிலிமுக்கு. படம் ஆரம்பிச்சோன்னா எடுத்ததுமே ஒரு மொமெண்ட் போக முடியாது. ஸோ ஸ்டேஜ் இந்த படத்துல அதே மாதிரி இருக்கும், ஃபேமிலி, அதுக்கு முன்னால் ஒரு கண்டென்ட்டு. ஸோ இது ஒரு படம் ஒரு ஸ்டேஜிங்கில் தான் ஆரம்பிக்கணும். ஒரு 20-21 மினிட்ஸ் வந்து ஆடியன்ஸ் வந்து நம்ம ஹோல்ட் பண்ண வைக்கணும். ஸோ விச் இஸ் வெரி சேலஞ்சிங் ஃபார் திஸ் கைண்ட் ஆஃப் கமர்ஷியல் ஃபிலிம்ஸ். நிறைய ஃபுட்டேஜ் இருக்கும், இதில் எது வேணாம் எப்படின்னா நம்ம எடிட்டில் உட்காந்து பார்க்கும்போது ஒரு எடிட்லாம் பண்ணி பார்த்துட்டு அசிஸ்டன்ஸோட உட்காந்து பார்க்கும்போது அவங்களுக்கு எவ்வளோ போர் அடிக்குதா, அவங்க என்ன ரியாக்ட் பண்ணுறாங்க, ஸோ how my assistants reacts and director reacts, assistant director react பண்ணுறாங்க, அதெல்லாம் பார்ப்போம். அதுக்கப்புறம் ப்ரிவியூ ஷோ எல்லாம் மியூசிக்லாம் போட்டு அப்புறம் நம்ம இல்லை இதை ஒர்க் அவுட் ஆகும்னு நினைப்போம். அப்புறம் ப்ரிவியூ ஷோ போய் உட்காந்து பார்க்கும்போது அங்கே சில விஷயங்கள் நமக்கு ஃபீல் ஆகும். ஸோ திருப்பி அதை சேஞ்ச் பண்ணி திருப்பி ட்ரிம் பண்ணி, ஸோ இட் இஸ் லைக் ஒவ்வொரு ஸ்டேஜ்லேயும் இந்த படம் வந்து அந்த ட்ரிம்மிங்லேயும் என்ன இதோட பெட்டராக நான் பண்ணலான்னு சொல்லிட்டு ஃப்ரம் ஸ்டேஜ் டப்பிங் முன்னால் எப்படி, ஃபைனல் அவுட்புட் கொடுக்கறதுனால எப்படி, அப்புறம் ப்ரிவியூ பார்த்ததுக்கப்புறம் எப்படி. ஸோ வில் கீப் ஆன் ஒர்க்கிங் ஆன் திஸ் கைண்ட்ஸ் ஆஃப் ஃபிலிம்ஸ். ஓகே, வியூவர்ஸ் பார்க்கும்போது சொல்லுவோம் அந்த எடிட்டிங் நல்லா இல்லை, அந்த விஎஃப்எக்ஸ் நல்லா இல்லை, எப்போவுமே ஜட்ஜ் பண்ணிட்டு இருக்கு. இப்போ அந்த வியூவர்ஸ் பற்றி அந்த ஒரு ஃபிலிம் ஸ்டார்ட் பண்ணும்போது அந்த மாதிரி சேலஞ்சிங்கள் இருக்குமா? ஆமாம்மா, இன்னைக்கு ரொம்ப டெக்னிக்கலாக நிறைய பேருக்கு வந்து எல்லாமே விஷயம் தெரியும். அவங்க வந்து ரிவ்யூஸ் பண்ணும்போது படம் கொஞ்சம் லென்த் ஆனாலே படம் வந்து எடிட்டிங் கொஞ்சம் கூட பண்ணியிருக்கலாம். நாங்கள் see இட்ஸ் இஸ் நாட் பிகாஸ் ஆஃப் த எடிட்டிங் அலோன் doesn't மேக் அ ஃபிலிம் லேக். ஒரு 3 hours ஃபிலிம் கண்டென்ட் கூட நல்லா இருக்கும், ஒரு 2 hours ஃபிலிம் வந்து போர் அடிக்கும். இட் இஸ் நாட் பிகாஸ் ஒன்லி ஆஃப் எடிட்டிங், இட் இஸ் பிகாஸ் ஆஃப் த ஸ்க்ரீன் பிளே, பிகாஸ் ஆஃப் த கண்டென்ட். ஸோ அப்போ நமக்கு என்ன சேலஞ்சிங் இருக்கோன்னா, நம்ம ரொம்ப ஈஸியாக வந்து ஒரு படத்தோட லென்த்து வந்து கொஞ்சம் போர் அடிக்குன்னா எடிட்டர் வந்து கொஞ்சம் கை வச்சிருந்தா ஒன்றும் நல்லா இருந்திருக்கும், எடிட்டர் இன்னும் கொஞ்சம் ஒர்க் அவுட் பண்ணியிருக்கணும் அப்படின்னு சொல்லுவாங்க. ஸோ இது நம்ம எத்தனை தடவை சொன்னாலுமே அது புரியாது. பிகாஸ் ஒரு படத்தை ஒரு டூரேஷன் டிசைட் பண்ணுறதும் ஒரு நாட் ஒன்லி தி எடிட்டர், வி ஹேவ் டு கன்வின்ஸ் த டேரக்டர் ஈச் அண்ட் எவ்ரி டைம். இல்லை இதுக்கு ஸ்ட்ராங்காக ஒர்க் அவுட் ஆகும்னு சொல்லுவாங்க, வி ஹேவ் ஃபைட். ஒரு டேரக்டர் எங்களுக்கு சண்டை நடக்கும், இல்லை சார் இது ஒர்க் அவுட் ஆகும், நாங்கள் நம்ம ஒர்க் அவுட்டே ஆகாது சார். ஸோ இட் கோட் பை டு சேலஞ்சிங். அந்த மொமெண்ட் வந்து நம்ம வந்து வி ஹேவ் டு கன்வின்ஸ் த டேரக்டர், இது இல்லை சார் இது ஒர்க் அவுட் ஆகும், இது ஒர்க் அவுட் ஆகாதுன்னு சொல்லி கன்வின்ஸ் பண்ணுறது. வி ஹேவ் டு பி வெரி பர்டிகுலர் அபவுட் தட். நம்ம ரொம்ப ஸ்ட்ராங்காக இல்லை சார் இது கண்டிப்பாக ஒர்க் அவுட் ஆகாது, தூக்குங்க, இது ஒர்க் அவுட் ஆகும் இது சொல்லும்போது நமக்கு ஏன் ஒர்க் அவுட் ஆகுது வி ஹேவ் டு எக்ஸ்பிளைன் டு த டேரக்டர், விச் இஸ் மோர் சேலஞ்ச். பிகாஸ் அவர் கதை எழுதும்போதோ ஒரு ஆர்டிஸ்ட் கிட்ட சொல்லும் போதோ அதுக்கு வந்து எல்லாமே பண்ணி வருவாங்க. ஸோ அவங்கள வந்து ஒரு விஷயமா கான்ஃபிடண்ட்டாக இருக்கும்போது அந்த கான்ஃபிடன்ட் நம்ம பிரேக் பண்ணுறோம். ஸோ விச் இஸ் வெரி சேலஞ்சிங் நமக்கு. As editor, we have to convince the director, or sometimes director will convince me. இல்லை சார் நான் இதுக்காக வச்சோம், இது வைங்க சார், இது எமோஷனாக ஒர்க் அவுட் ஆகும் அப்படின்னு சொன்னோம். சம்டைம்ஸ் இது ஒர்க் அவுட் ஆகும், சம்டைம்ஸ் நம்ம வந்து சரி ஓகே டேரக்டர் கேட்குறான்னு சொல்லி வைப்போம். அப்புறம் ப்ரிவியூ பார்த்துட்டு அப்புறம் ஓகே நானே சிலப்போ கன்வின்ஸ் ஆகிப்போம், ஆமாம் சார் டேரக்டர் சொன்ன மாதிரி ஒர்க் அவுட் ஆகுதுன்னு சொல்லி. ஸோ ஐ யூஸ்வலி நெவர் பாதர் அபவுட் த ரிவ்யூஸ் ஆர் வாட் எவர் இட் இஸ். ஐ வில் ஜஸ்ட் கோ வித் த ஃப்ளோ ஆஃப் த ஸ்கிரிப்ட், விச் இஸ் வெரி இம்பார்ட்டன்ட். ஒரு படமாக நம்ம வந்து ஆடியன்ஸ்க்கு எது கொடுக்குறோமோ தட் இஸ் வெரி இம்பார்ட்டன்ட். ஸோ நம்ம வி டசன்ட் வாண்ட் டு ஒரு ரிவ்யூ இப்படி சொல்லிட்டேன் என் படத்தில் வந்து இவ்வளோ டூரேஷன் இருக்கிறதுனால, ஸோ ஐ வாண்ட் உடனே என் படம் வந்து 2 hours தான் இருக்கணும்னு சொல்லிட்டு ஐ ஜஸ்ட் ஒன்ட் கோ ஃபார் தட். நான் இந்த கதைக்கு என்ன வேணும், இந்த சப்ஜெக்ட் வாட் த கண்டென்ட் நீட், அதுக்கு தகுந்த மாதிரி தான் ഇത് ചലഞ്ചാ இருக்குல்ல. അതിനുശേഷം ഇപ്പോൾ സിനി നല്ല പേര് സിനി ശിവരാജല്ലേ, ആദ്യമായിട്ടാണോ മൂവി ചെയ്യുന്നത്? ഇത് എന്റെ 3ാമത്തെ പടമാണ്. സോ ഫസ്റ്റ് വന്നിട്ട് ഭരത്തിന്റെ കൂടെ ലീഡായിട്ട് ചെയ്തായിരുന്നു, ദെൻ ഒന്ന് റിലീസിങ് വെയിറ്റിംഗ്, ദെൻ ഇത് ഇപ്പോൾ വടം. സോ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയുന്നത് കേന്ദ്രൻ ഡയറക്ടേഴ്സാർക്ക്, പിന്നെ പ്രൊഡ്യൂസർ രാജശേഖരൻ, ദെൻ പ്രഭു വെങ്കട്ട്, പിന്നെ ജോൺ വിക്ടർ, ഇവർക്കെല്ലാം ഒരു പെരിയ താങ്ക്സ് പറയണം എനിക്ക്. സോ ഇതിൽ ആക്ട് ചെയ്യുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാലസരവണന്റെ പെയറായിട്ട് എനിക്ക് ഒരു കോമഡി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
പിന്നെ വിമൽ, സനക്ഷാശ്രീ ഫ്രണ്ടാണ് സംഗീത. സോ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇമാൻ മ്യൂസിക്കിൽ നല്ല സോങ്സിലെല്ലാം എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റി. സോ അതൊരു ഭയങ്കര ഒരു ഹാപ്പിയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു തമിഴ് മൂവിയിൽ ചെയ്യുന്ന സമയത്ത്? അതിന്റെ ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവുമായിരിക്കുമല്ലോ. നമ്മളൊരു മലയാളി ആയതുകൊണ്ട് തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു തമിഴ് മൂവി ചെയ്തത്? അത് കുഴപ്പമില്ലായിരുന്നു. ബിക്കോസ് ഞാൻ പാലക്കാട്ടുകാരിയാണ്. സോ തമിഴ്നാട് ആകുമ്പോൾ ആ ഒരു തമിഴ് നമുക്ക് അറിയും. സോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകണ്ടേ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാനല്ല. അപ്പൊ ഇതിന്റെ ക്യാരക്ടറെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാം. ആ ക്യാരക്ടർ എനിക്ക് വന്നിട്ട് ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടാണ്, പ്ലസ് ബാലസരവണന്റെ പെയറായിട്ട്. സോ അതിൽ ഗോത്രൂവ ഞാൻ ഉണ്ടാകും. സോ ഒരു മധുരൈ സ്ലാങ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ ഞാനത് സംസാരിച്ചില്ല, അതെല്ലാം ഡബിങ് ആണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട്. സോ ആ ഒരു വില്ലേജ് ക്യാരക്ടറാണ്. സോ മൊത്തമായിട്ട് ടോട്ടലി വില്ലേജ് ലുക്ക് അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്, വിക്ടർ. അല്ല, അപ്പൊ ഈ ഒരു സിനിമ മേഖലയിലിട്ട് വരുന്നത്, ഇപ്പൊ ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു എക്സ്പോർട്ടിംഗ് ഫീൽഡ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഒരു നമുക്ക് യാതൊരുവിധ പരിചയമില്ലാത്ത ഒരു മേഖലയാണ് നമ്മൾ സിനിമ കാണുന്നുണ്ടെങ്കിലും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമ മേഖലയിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലോട്ട് എങ്ങനെയാണ്? മാസാനി പിക്ചേഴ്സ് ആണ് ഇതിന്റെ ബാനർ. നമ്മൾ കോ പ്രൊഡക്ഷൻ ആണ്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ കേരളയിൽ നമ്മളാണ് ചെയ്യുന്നത്. അപ്പം ഇത് അവർക്ക് വന്നൊരു പ്രൊജക്റ്റ് ആണ്. ആക്ച്വലി നമ്മൾ ശരിക്കും ഈ മേഖലയിലല്ല. അപ്പോൾ ഡയറക്ടർ ഫസ്റ്റ് നമ്മളെ കണ്ട് ഈ മൂവിയുടെ കഥ പറയാൻ വരുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അത് ഈ വടംവെച്ച് വരട്ട് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനാണ്. അതിന്റെ ബേസ്ഡ് ആണ് സ്റ്റോറി പോകുന്നത്. അത് ജല്ലിക്കെട്ട് എന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈവൻ തമിഴ്നാട്ടിലും ഭയങ്കര ഫേമസ് ആണ് ജല്ലിക്കെട്ട്. അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ വടംവെച്ച് വരട്ട്. ഈ വടംവെച്ച് വരട്ടിൽ വടം വെച്ചിട്ട് ഈ കാളനെ ഗ്രൗണ്ടിന്റെ നടുക്ക് കെട്ടും. എന്നിട്ട് ഒരു മേ ബി 5 or 10 പീപ്പിൾ ഇത് ആൾക്കാർ അത് പോയി പിടിക്കാൻ നോക്കും. അതിനെ അതാണ് ശരിക്കും. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ കാള തോറ്റു എന്നുള്ളതാണ്. പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കാള ജയിച്ചു. അപ്പോൾ അവിടെ അതൊരു വലിയ മത്സരമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, ഈ സ്റ്റോറിയിൽ റൊമാൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫാമിലി ഡ്രാമയാണ്. മൊത്തം ഒരു ടോട്ടൽ എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ് ഇതിൽ വരുന്നത്. ഫൈറ്റ് സീൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയി ഈ മൂവി. അപ്പം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതെ 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 അതെ. പക്ഷേ നമുക്കത് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമുക്കതൊരു നല്ല ഡിസിഷനാണെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഷൂട്ട് ടൈമിലൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ ഷെഡ്യൂളിനനുസരിച്ച് തന്നെ ഷൂട്ട് തീർക്കാൻ പറ്റി. 35 ഡേയ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ഷൂട്ട് തീർത്തു. അത്രയും ഇൻറ്റൻസ് ഫൈറ്റും ഒക്കെ വരുന്ന ഷൂട്ടായിരുന്നു. ഈവൻ കാളയുടെ മത്സരങ്ങളാണെങ്കിലും ഈ സോങ്സ് ആണെങ്കിലും നല്ല വലിയ ക്രൂ വെച്ചിട്ട് ചെയ്യുന്ന ഷൂട്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് തീർന്നു കിട്ടി. സോ ബൈ ഗോഡ്സ് ഗ്രേസ് അത് നമുക്കൊരു വലിയൊരു പോസിറ്റീവായിട്ട് തോന്നി. ഈവൻ ആഫ്റ്റർ പോസ്റ്റ് പ്രൊഡക്ഷൻ നമ്മുടെ ഈവൻ എഡിറ്റിംഗ് ആണെങ്കിലും ഡബ്ബിംഗ് ആണെങ്കിലും ഒക്കെ ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു. എനിക്ക് വളരെ നല്ലൊരു നന്ദി പറയാനുണ്ട് നമ്മുടെ സാവുസാറിൻ്റെ അടുത്ത്. ബിക്കോസ് പുള്ളിക്കാരൻ ആ സമയത്ത് പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ടും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് എഡിറ്റിംഗ് ഒക്കെ തീർത്ത്, അതുപോലെ തന്നെ ഓരോ തവണയും കറക്ഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ്. ഞാൻ ഫസ്റ്റ് ടൈം പ്രിവ്യൂ കണ്ട മൂവിയിൽ നിന്ന് ഒരുപാട് ചേഞ്ച് ഇപ്പോൾ ലാസ്റ്റ് പ്രിവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീസ് ടെല്ലിങ് സ്റ്റിൽ ഇറ്റ് ഹാസ് ബീൻ ചേഞ്ച്ഡ്. സോ അത്ര ഇമ്പ്രൂവ്മെൻറ്റ്സ് നമ്മൾ ഫൈനലി വരുമ്പോൾ ഔട്ട് വരുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കീപ്പ് ഓൺ പുട്ടിങ് എഫേർട്ട്. ആൻഡ് ഐ താങ്ക് എ ലോട്ട് ഫോർ ഹിം ആൻഡ് അവർ ഗ്രേറ്റ് ഇമാൻ സർ. ബിക്കോസ് നമുക്ക് ഈ മൂവിയുടെ ഒരു നിരവധി ഇമാൻ സർ, ചിന്മയ് മാം ആൻഡ് ഓൾ. ഇമാൻ സാറാണ്, ഇവൻ ശ്വേത മോഹൻ, അവരൊക്കെ ഇമാൻ സാറാണ് നമുക്ക് ഇതിലേക്ക്. അതെ അതെ ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മൂവി തുടങ്ങുന്ന ടൈമിലാണ് ഇമാൻ സാറിനെ നമ്മൾ കണ്ട് ഇതിൻ്റെ ഡിസ്കഷൻ പോയിരുന്നു. അപ്പം ഈസ് വൺ ഓഫ് ദ ഗൈ ഹു ഈസ് ഓൺ ബോർഡ് ഇൻ ദ സ്റ്റാർട്ടിങ് ഓഫ് ദ മൂവി. അപ്പോൾ അത് തൊട്ട് നമുക്ക് ഇതിൻ്റെ BGM ആണെങ്കിലൊക്കെ പുള്ളിയുടെ മൈൻഡിൽ ഇങ്ങനെ ഉണ്ട്. ഓരോ ഈവൻ നമ്മുടെ ഈ കാളപ്പോര് നടക്കുന്ന ആ കോമ്പറ്റീഷൻ, വടംവെച്ച് വരട്ട് നടക്കുന്ന കോമ്പറ്റീഷൻ്റെ BGM കൂടെ ഭയങ്കര എഫക്റ്റാണ് നമുക്കത് ആ മത്സരം കാണാനായിട്ട്. അതെ അതെ അതെ. നമുക്കാ ഒരു തമിഴ് സാധനം നമ്മുടെ ശരിക്കും നമുക്കത് കിട്ടുന്നുണ്ട്. അത് പുള്ളിക്കേ പറ്റുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു സൈഡാണെന്നുണ്ടെങ്കിലും നല്ല സ്ട്രോങ് ആണ് നമ്മുടെ മ്യൂസിക്കും. നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ജ്യൂക്ക് ബോക്സിലൊക്കെ ഇതിൻ്റെ മ്യൂസിക് ഓൾറെഡി വന്നിട്ടുണ്ട്. ലിറിക്കൽ സോങ്സ് ഔട്ടായിട്ടുണ്ട്. 6th റിലീസിന് ശേഷം സോങ്സും ഔട്ട് വരും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതെ അതെ തീർച്ചയായിട്ടും. എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ ഒരു മൂവി അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിയും? ഒരിക്കലും ഇല്ല. നമ്മൾ വളരെ യാദൃശ്ചികമായിട്ട് വന്ന് പെട്ടതാണ് ഇതിൽ. നമ്മളെന്താ വെച്ചാൽ പറഞ്ഞില്ല, നമ്മുടെ പ്രൊഡ്യൂസറിനും നമ്മളെ അറിയിച്ച് അവരുമായിട്ടൊരു മൂവി ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ. പക്ഷെ കഥ കേട്ടപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോട്ടി. വി തോട്ട് ഓഫ് ഓക്കെ വിൽ ഇൻവെസ്റ്റ് ഇൻ ദിസ്.
പിന്നെ ഒരു ട്രൈ ആണ്. അപ്പോൾ അതെ. വിജയിക്കുന്നു വിചാരിക്കാം. അതെ. നല്ല നമുക്ക് കൊടുക്കുന്ന കാശിനുള്ള സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി തിയേറ്റേഴ്സിൽ തന്നെ എല്ലാവരും പോയി കാണണം. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും യൂണിവേഴ്സൽ ആണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തമിഴ് സിനിമ ഇപ്പം തന്നെ പ്രൊമോഷൻ വന്നത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഇവിടെ അത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് തമിഴ് മൂവീനൊക്കെ. അത് എന്തായാലും സക്സസ് ആയിരിക്കും. താങ്ക് യു. അതുപോലെ ഗായത്രി മയൂര മുൻപ് സിക്കാഡ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുന്ന സമയത്ത് ക്യാരക്ടറൊക്കെ എങ്ങനെയാണ്? ആൻഡ് ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ വിമൽ സാറിനെ പോലെ തന്നെ നട്ടി സുബ്രഹ്മണ്യം സാറും ഇതിൻ്റെ ഒരു മേജർ ലീഡ് ക്യാരക്ടറാണ്. പുള്ളിയുടെ പേരായിട്ടാണ് വൈഫായിട്ടാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. ഒപ്പം ഈ സനുഷ്ക ശ്രീ എന്ന് പറയുന്ന കുട്ടിയുടെ എൽഡർ സിസ്റ്റർ ക്യാരക്ടറും കൂടെയാണ്. ഇതിൽ ത്രൂ ഔട്ട് ദ എൻ്റെ സ്റ്റോറി ലൈനിലും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഇതായിട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് എനിക്ക് കൂടുതലുണ്ടായിരുന്നത് നട്ടി സാറിൻ്റെ കൂടെയും സനസ്കയുടെ കൂടെയും പിന്നെ ഈ പറയുന്ന പോലെ സിനിയുടെ കൂടെയും ഒക്കെ ആയിരുന്നു. അപ്പം നട്ടി സാറിൻ്റെ കൂടെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. പുള്ളിക്കാരൻ ഓൾറെഡി സിനിമാറ്റോഗ്രഫി അതേപോലെ തന്നെ ആക്ടിങ് വൈസ് ആണെങ്കിലും പുള്ളിക്കാരൻ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ അവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ഒരുപാടധികം ലേൺ ചെയ്യാൻ പറ്റി. പിന്നെ മുനീഷ് ഖാൻ സാറുണ്ട്, നരേൻ സാറുണ്ട്, ദീപാക്ക ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂ ആണ് നമുക്ക് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. DOP പ്രസന്നകുമാർ സർ, എഡിറ്റർ സർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ കേരളത്തിൽ നമുക്ക് ഈ പടം വടം എന്ന് പറയുന്ന മൂവി ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇംപ്രൈം മീഡിയയാണ്, അതായത് വിക്ടർ ആൻഡ് ജോൺ ആണ്. ആൻഡ് വി ആർ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആക്ച്വലി തമിഴ് തൻ്റെ രണ്ടാമത്തെ മൂവിയാണ്. ആൻഡ് അതുപോലെ തന്നെ ഡീമാൻ സർ, അത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എൻ്റെയൊക്കെ ഒരു നല്ലൊരു ഏജ് മുതലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തമിഴ് പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുമ്പോൾ ഇവരുടെ സോങ്സ് ഒക്കെയാണ്. ചിന്മയ് മാം, അതുപോലെ ശ്വേതാ മോഹൻ, ഇങ്ങനെ ഇവരുടെയൊക്കെ ഒരു ഈ സിംഗേഴ്സ് പാടുന്ന അല്ലെങ്കിൽ ഡീമാൻ സാറിനെ പോലുള്ളവരുടെയൊക്കെ സോങ്സ് ഒരുപാടധികം കേൾക്കുന്നതും ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കമ്പോസിഷനിൽ അതിൽ അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ പാട്ടാവാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ ഈ പൊതുവേ തമിഴ് സിനിമാ മേഖല എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഭയങ്കര ഒരു നമ്മുടെ ഒരു വാം വെൽക്കമിങ് കൊടുക്കുന്ന ഒരു ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും എപ്പോഴും പറയണ കേൾക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു ഒരു തമിഴ് ഫിലിം ഫീൽഡിന്റെ അവിടുത്തെ ക്രൂവിനെ കുറിച്ചൊക്കെ എന്തൊക്കെ പറയാം? റെസ്പെക്ട് ആയിരുന്നു. മലയാളീസ് തമിഴിലും പോകുമ്പോൾ ആ ഒരു കെയറും എല്ലാവും നന്നായിട്ടുണ്ടായിരുന്നു. റെസ്പെക്ട് ആയിരുന്നു ഞങ്ങൾക്കെല്ലാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെല്ലേ, പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുപോലെ മുൻസില അവിടെ നിന്ന് അല്ലെങ്കിൽ എബ്രോഡിൽ നിന്ന് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ മലയാളി ആണെങ്കിൽ പോലും കൂടുതലും കരിയർ സ്റ്റാർട്ട് ചെയ്തതും വർക്ക് ചെയ്തതൊക്കെ അവിടെയാണ്. അപ്പോൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഒരു കേരളത്തിലത്തെ ഒരു നമ്മുടെ ഒരു ലവ് ഒക്കെ നമ്മൾ കാണുന്നതാണ് എപ്പോഴും. അതുപോലെ ആ ഒരു തമിഴ് മക്കൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ അല്ലെങ്കിൽ ക്രൂ അവരുടെയൊക്കെ ഒരു ലവ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കങ്ങനെ അവിടെ ഇവിടെയും തമ്മിലുള്ളൊരു അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും പറയാനില്ല. അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഭയങ്കര പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ്. ഭയങ്കര എന്താ പറയാ, ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു നമ്മളുടെ ഈ ഒരു ലൊക്കേഷൻ ആയാലും. മസാനി പിക്ചേഴ്സിന്റെ നമ്മളെപ്പോഴും പറയായിരുന്നു നമ്മളുടെ പ്രൊഡക്ഷൻ ടീം വരുന്നത് തന്നെ വിത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്നൊക്കെ പറയായിരുന്നു നമ്മളെപ്പോഴും. അത് കഴിഞ്ഞ പ്രസ് മീറ്റിന്റെ ഇടയിൽ എല്ലാവരും എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഈവൻ ഫൺ വേ ആയാൽ പോലും അതാണ് സത്യം. അപ്പൊ എനിക്ക് എന്താ പറയാ, അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ സീരീസും ഈ ലാംഗ്വേജിൽ മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കൂടുതലും ആഡ്സ് ആണ് ചെയ്തത്. അപ്പൊ അതും ഇതും വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും പറയാനില്ല. ഇവിടെ എനിക്ക് പറയാൻ മാത്രം അത്ര എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഞാൻ ആകെ തമിഴിലൊരു പടം മലയാളത്തിലൊരു പടം ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഇവിടെ അങ്ങനെ കമ്പയർ ചെയ്ത് പറയാനൊന്നും ഇവിടെ ആയിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ പറയും. ഇപ്പൊ മലയാള സിനിമയിലായാലും തമിഴ് സിനിമയിലൊക്കെ നമ്മൾ സ്പോർട്സ് ഐറ്റം അല്ലെങ്കിൽ ഇതേപോലെയുള്ള കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ജല്ലിക്കെട്ട്, അതുപോലെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴേ അപ്പോൾ എത്രത്തോളം പ്രേക്ഷകർക്ക് അത് എത്രത്തോളം എഫക്റ്റ് ഫീൽ ചെയ്യിപ്പിക്കണമല്ലോ ഒരു സിനിമ വരുന്ന സമയത്ത്. ഇപ്പൊ എഡിറ്റിംഗ് മേഖലയിലായാലും എഡിറ്റിംഗ് ഭാഗത്തായാലും ഒക്കെ അത് ഫീൽ ചെയ്യിപ്പിക്കാന്നല്ലേ പ്രസൻസ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ചലഞ്ചിങ് ആയിരിക്കും. അത് എത്രത്തോളം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ പറഞ്ഞു? ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ തമിഴിലാണെങ്കിൽ പോലും ഫുള്ളി ബേസ്ഡ് ഓൺ ജല്ലിക്കെട്ട് ഒരു മൂവി വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ബേസ് സ്റ്റോറി അവിടെയാണെങ്കിലും
ഇത്രയും വർഷങ്ങളായിട്ട് ജല്ലിക്കെട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഫുള്ളി അവിടെ ഇവിടെയായിട്ട് പല സിനിമയിലും വന്നു പോയിട്ടുണ്ടെന്നല്ലാതെ മെയിൻ ജോണർ ജല്ലിക്കെട്ട് പിടിച്ചിട്ട് ഒരു പടം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മുടെ മലയാളത്തിലാണല്ലോ ജല്ലിക്കെട്ട് എന്ന ടൈറ്റിലുള്ള ഒരു മൂവി ഫസ്റ്റ് വരുന്നത്. അപ്പം പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു കൺസ്ട്രെയിൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ്. ഭയങ്കര ഇൻറ്റൻസ് ഷൂട്ടിംഗ് ആണ് ഇത് നമുക്ക് ഈ മത്സരം നടക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ഇത് നമ്മൾ വേറെ ഇതിനകത്ത് AI-യോ VFX-ഓ ഒന്നുമില്ല. നമ്മൾ റോ ആയിട്ടുള്ള ഷൂട്ടാണ് നടത്തിയിട്ടുള്ളത്. റിയൽ കാള, ഈ ഫൈറ്റ് ചെയ്യുന്ന റിയൽ കാള വന്നിട്ട് ഈ ഇതിനെ കാളനെ പിടിക്കാൻ പോകുന്നവരെ മാടുപിടി വീരന്മാരെന്നാണ് അവിടെ പറയുക, ആ സെറ്റ് ഓഫ് ആൾക്കാരെ. അപ്പോൾ അവർ റിയലായിട്ട് ഇതിനെ കോമ്പീറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്ന സംഭവമാണ് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കിട്ടാനായിട്ട്. അപ്പം അതൊക്കെ പക്ഷേ നമുക്ക് നമ്മുടെ ക്യാമറമാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വിഷ്വൽസൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാള, നമ്മുടെ പാണ്ടിമുനി എന്ന് പറഞ്ഞ കാളയാണ് ഇതിൽ ആക്ച്വലി ഹീറോയുടെ കൂടെ തന്നെ നിൽക്കുന്നൊരു ക്യാരക്ടറാണ്. ഓൾ ത്രൂ മൂവി ആ കാളയുണ്ട്. അപ്പോൾ അത് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ളൊരു കാളയാണ്. അപ്പം നമുക്ക് ഒക്കെ പടം കഴിയാറായപ്പോഴേക്കും ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി അതുമായിട്ട്. വിട്ടുപോരാൻ തന്നെ ബുദ്ധിമുട്ട് വെച്ചാൽ നമ്മൾ ഇത്രയും നാളുകൾ അതിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് വരുമല്ലോ. പക്ഷെ അപ്പോൾ എല്ലാം നന്നായിട്ട് നടന്നു എന്നുള്ളതിൽ എല്ലാവർക്കും സന്തോഷം. அதில் പറയുകയാണെങ്കിൽ சாபு சாரோட அந்த கான்ட்ரிபியூஷன் நிறைய இருக்குது. அந்த டைரக்டர் அதாவது ஒரு எடிட் பண்ணும்போது அந்த ஃபுல்லாக ஸ்டோரி படித்ததுக்கு அப்புறம் தானே அந்த எடிட்டிங் எல்லாமே ப்ராசஸ் எப்படி இருக்குது அந்த ப்ராசஸ்? இல்லை, ஸ்கிரிப்டில் படிக்கும்போது வாட் எவர் இட் இஸ், இந்த மாதிரி ஸ்போர்ட்ஸ் பேஸ் ஃபிலிம்ஸ் மட்டும் ஸ்கிரிப்டில் இருக்கும்போது ஜல்லிக்கட்டு அப்படி ஒரு மாடு வரும், மாடு பிடிக்க ட்ரை பண்ணுவாங்க. ஸோ ஸ்கிரிப்ட் வில் பி லைக் தட், அது மட்டும் தான் இருக்கும். பட் லைவாக போய் ஷூட் பண்ணிட்டு வரும்போது இட் வாஸ் லைக் சார் சொன்ன மாதிரி நத்திங், ஒரு CGO AI-யோ எதுவுமே நம்ம யூஸ் பண்ணுறோம். ஸோ லைவாக ஒரு பர்சன் அந்த மாடு எந்த சைடில் ஓடுமே தெரியாது. ஸோ 3-4 கேமரா செட்டப்ஸ் இருக்கும், ப்ளஸ் ஒரு ட்ரோன் ஷாட்ஸ் இருக்கும். ஸோ அந்த லைவ் ஷார்ட்ஸ்லாம் ஷூட் பண்ணுறோம். ஸோ அங்கேருந்து எடுத்து ஒரு ஃபுல் மானிட்டரிங் பார்க்கும்போது ஒரு நியூஸ் சேனல் பார்த்து ஃபீல் இருக்கும். ஒரு நியூஸ் சேனலில் பார்த்த இது இருக்கும், லைவாக பார்ப்போம் இல்லையா? ஸோ எக்ஸாக்ட்லி அது ஃபீல் தான் இருக்கும். ஸோ அதை நம்ம வந்து இந்த படத்துக்கு தகுந்த நம்ம வேண்டிய ஃபுட்டேஜ் மட்டும் வி ஹவ் டு பிக் ஃப்ரம் ஈச் அண்ட் எவ்ரி ஃப்ரேம்ஸ். அது 24 ஃப்ரேம்ஸு, ஒரு 48 ஃப்ரேம்ஸு, கொஞ்சம் கொஞ்சமாக ஃப்ரேம்ஸை எடுத்து ரியாக்ஷன் ஷார்ட்ஸு, அந்த பில்டப்ஸ் இருக்கும். இப்போ அந்த மாடோட அந்த பாண்டிமுனி சொன்னாங்களே, அதுக்கு ஒரு பில்டப் ஷார்ட்ஸு, அதுக்கு ஒரு ஓப்பனிங் சீக்வன்ஸு. ஸோ இட் வாஸ் குவைட் சேலஞ்சிங். நம்ம நார்மலாக ஒரு ஃபிலிம் சீன்ஸ் இருக்கும்போது ஒரு க்ளோஸ்அப் வைடு இது மிட் ஆங்கிள் அப்படின்னு சொல்லிட்டு ஷார்ட்ஸ் எடிட் பண்ணி போயிடலாம். பட் இந்த மாதிரி ஸ்போர்ட்ஸ் பேஸ் ஃபிலிம்ஸ் வந்து ரொம்ப டிஃபிகல்ட் டு ஹேண்டில். ஏன்னா சொன்ன மாதிரி நிறைய ஃபுட்டேஜ் இருக்கும். அவங்க என்ன எடுத்துருப்பாங்க, நம்ம இந்த படம் பொறுத்தவரை ஒரு கண்டினியூஸ் எடுத்துகிட்டு வந்துட்டாங்க. இது இப்படின்னு இல்லாமல் மொத்தமாக ஒரு ஃபுட்டேஜ் எடுத்துகிட்டு வந்துட்டாங்க. ஸோ அங்கேருந்து நமக்கு ஸ்கிரிப்டுக்கு எது வேணுமோ அது மட்டும் பிக் பண்ணி ஒரு மாடு ஒரு இது அதில் வந்து யாருக்குமே அடிப்படலை, இது பண்ணக்கூடாது, ஆக்சிடென்ட் ஆகக்கூடாது. ஸோ அந்த மாதிரி ரொம்ப காஷியஸாக தான் அவங்க ஷூட் பண்ணாங்க. ஸோ அதுலேருந்து நமக்கு வேண்டியது மட்டும் எடுத்து கொஞ்சம் ரியாக்ஷன் ஷார்ட்ஸ், அதில் கொஞ்சம் ஒருத்தர் அடிக்கிறதோ அந்த எது வேணுமோ அது மட்டும் யூஸ் பண்ணிட்டு பண்ணும்போது ரொம்ப சேலஞ்சிங். டுக் ஸோ மச் ஆஃப் டைம். நான் சொன்ன மாதிரி தட் டைம் எனக்கு ஒரு சின்ன பர்சனல் இஷ்யூஸ் எல்லாம் இருந்தது. பட் இருந்தாலும் இவங்க வந்து அண்டர்ஸ்டாண்ட் பண்ணி, சார் நீங்கள் எப்போ ஃப்ரீயாக இருக்கீங்களோ அதை பண்ணி கொடுங்க, எங்களுக்கு ஒன்றும் ப்ராப்ளம் இல்லை, பட் எனக்கு நல்லா மட்டும் பண்ணி கொடுங்கன்னு தான் அவங்க ஒரே ரிக்வஸ்ட். ஸோ ஐ டுக் சம் டைம். எனக்கு வேண்டிய நான் ஃபுல்லாக திருப்தியாகிற வரை ஐ டென்ட் கிவ் த அவுட் புட். நான் ஒரு எடிட் பண்ணி பார்த்துட்டு அதுக்கப்புறம் அது மியூசிக், ரஃப் மியூசிக் போடுவோம். ஸோ இமான் சாரோட ப்ரீவியஸ் ஃபிலிம்ஸோட மியூசிக் இருக்கும், ரூரல் மியூசிக் நிறைய இருக்குது. கடைக்குட்டி சிங்கம் படத்தில் நிறைய படம் பண்ணியிருக்காரு. ஸோ அதோட பேக்ட்ராப் மியூசிக் எடுத்து போட்டுட்டு ஸோ அதோட பேஸில் இருக்கான்னு செக் பண்ணுவோம். ஸோ இப்போ ஒர்க் அவுட் ஆனால் திருப்பி ரீஎடிட் பண்ணுவோம், திருப்பி அது ரியாக்ஷன் ஷார்ட்ஸ் போடுவோம், பார்ட்டிஸோட ரியாக்ஷன்ஸ் வரும். ஸோ அதெல்லாம் போடுவோம். ஸோ இப்படி தான் அந்த ஒவ்வொரு போர்ஷன் திரும்ப மொத்தம் 3-4-5 சீக்வன்ஸ் இருக்கும் இந்த மாடுபுடி சீக்வன்ஸ் மட்டும். ஸோ இது எல்லாமே நாங்கள் அப்படி தான் பண்ணோம். ஸோ எல்லாமே வந்து பண்ணும்போது நமக்கு வந்து ஒவ்வொரு வேரியேஷன்ஸ் காமிக்கணும். ஒரே மாதிரி எல்லாமே இருக்கக்கூடாது. சீக்வன்ஸ் பார்த்தீங்கன்னா ஒரு மாடை வீரர்கள் பிடிக்கிறாங்க பண்ணுறாங்க, அவ்வளோதான். பட் வி ஹேவ் டு ஷோ த டிஃப்ரென்ஸ் இன் தட். ஸோ நீங்கள் படம் பார்க்கும்போது யூ கேன் ஃபீல் த டிஃப்ரென்ஸ். அந்த ரொம்ப சேலஞ்சாக இருக்குல்ல அந்த ஒவ்வொரு சீக்வன்ஸ் எல்லாமே. ஆனால் எடிட்டிங் மெயின் இம்பார்ட்டன்ட் ஃபேக்டர் தான் அந்த மூவியில். எல்லாருமே ஆக்சுவலி இவங்கெல்லாம் வந்து அங்கே பார்க்கும்போது வந்து தமிழ் பொண்ணுன்னு நினச்சிட்டு இருந்தேன் நான். எல்லாருமே அப்படிதான் இருந்தாங்க. அவன் எடிட் பண்ணும்போது தெரியல, இங்கே வந்தால் அப்புறம் ஓ இவங்கெல்லாம் மலையாளியா அப்படின்னு. ஸோ குட். ஆக்சுவலி எல்லாருமே வந்து ரொம்ப அந்த மேக்கப்லாம் போட்டு டைலாக் பேசுறது எல்லாமே அப்படி பார்க்கும்போது நல்ல மதுரை பொண்ணுங்க மாதிரி தான் இருந்தாங்க எல்லாருமே. எல்லாரோட ஒரு குரூப்பா அந்த கான்ட்ரிபியூஷன் இருக்கு. ஏன்னா இது ஃபேமிலி ட்ராமால அந்த உள்ள போனாலே அந்த அட்மாஸ்பியர் இருக்கும் உங்களுக்கு. இட் வாஸ் குவைட். எல்லாரோட ஒரு ஹார்ட் ஒர்க் தான் அந்த ஒரு மூவியோட சக்சஸ் இருக்குல்ல. எல்லாத்துக்கும் வந்து ப்ரொடியூசர் ராஜசேகர் சார், அவர் தான் வந்து ஒரு ஹெட் மாதிரி. அவ்வளோ பேரையும் அழகாக பார்த்துக்கிட்டா. ப்ளஸ் கேந்திரனோட டைரக்ஷன், அவர் ரொம்ப கூல் டைரக்டர், வந்து செம்ம கூல்.
ஸோ நம்ம என்ன பண்ணலாம் தலைவா பண்ணலாம் தலைவா ஒன்றும். ஸோ அப்படி தான் எல்லாருக்கிட்டும் ஆர்டிஸ்ட்கிட்ட சொல்லும்போது அவர் வந்து எனக்கு இப்படி வேணும் அப்படின்னு ரொம்ப இல்லை, இதுதான் சீக்வன்ஸ் இது நீங்கள் பண்ணிடுங்க அவ்வளோதான் டைரக்டர் மட்டும்தான். கூலா இருந்தா எல்லாருமே ஆமாம் அவ்வளோதான். டேரக்டர் கூல், ப்ரொடியூசர் கூல், கோ ப்ரொடியூசர் கூல். ஸோ நாங்கள் எல்லாமே கூல். വളരെയധികം താങ്ക് യു.